ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. അശ്രദ്ധമായ മെട്രോ നിർമ്മാണത്തിൽ വലഞ്ഞ് കൊച്ചിയിലെ ജനങ്ങൾ. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര മുൻകരുതൽ ഇല്ലാത്തതായതോടെയാണ് മെട്രോ വികസനം ജനങ്ങൾക്ക് ദുരിതമാകുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പൈലിംഗ് മൂലം കുടിവെള്ള പൈപ്പുകൾ തകരാറിലാകുന്നതാണ് നിലവിൽ ജനങ്ങളെ വലയ്ക്കുന്നത്. വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ആവശ്യപ്പെടുകയാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. ഞങ്ങൾ വെള്ളമില്ലാണ്ട് ഇന്നിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. 5 മണിക്ക് വരും 6 മണിക്ക് വരും എന്ന് പറഞ്ഞ് അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ JCB കൊണ്ട് മാന്തി അപ്പോൾ ഇവിടെ പൊട്ടി. ഈ ഫയലടിച്ചേക്കണ ഈ കാണ മുഴുവനും കോടിക്കണക്കിന് രൂപ കൊടുത്ത് കാണ പണിതിട്ട് ആ കാണയിൽ മുഴുവനും ഫയലടിച്ച് വെച്ചേക്കണ ആരോട് പറയാനത്? മെട്രോ നിർമ്മാണത്തിനിടെയുള്ള പൈലിങ്ങിനിടെ കലൂരിൽ പൊട്ടിയ കുടിവെള്ള പൈപ്പ് ശരിയാക്കിയത് ഇന്നലെയാണ്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ച് മണിക്കൂറുകൾക്കകം വീണ്ടും പൈപ്പ് പൊട്ടി. കുടിവെള്ളം മുടങ്ങിയതോടെ ജനങ്ങൾ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. ഇവർ ആരെങ്കിലും ഒരാൾ ഈ പൈലിംഗ് നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ആളുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണോ വേണ്ടയോ ഇവിടെ എത്ര ഡെപ്തിലുണ്ട് പൈപ്പെന്നൊക്കെ ഒന്ന് ലേ ഔട്ട് എടുക്കണ്ടേ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊന്നും ചെയ്യാതെയാണ് ഈ വർക്ക് കിടക്കുന്നത്. പറയുമ്പോൾ വളരെ നിരുത്തരവാദിത്വപരമായിട്ടാണ്. ഇന്നലെയൊക്കെ വെള്ളമില്ലാത്തവർക്ക് അടിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ 3 മണിയാകുമ്പോഴേക്ക് ശരിയാവുമെന്നുള്ള ഉത്തരം. ഇന്ന് 3 മണിയായിട്ടും അത് ശരിയായിട്ടില്ല. ഇന്ന് വൈകുന്നേരം ശരിയായിട്ട് പമ്പിങ് തുടങ്ങുമ്പോഴാണ് അടുത്ത പൊട്ടൽ. മുൻകരുതലുകളില്ലാതെ പൈലിംഗ് നടത്തുന്നതാണ് പൈപ്പ് തകരാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. ട്രയൽ പിറ്റുകൾ എടുത്ത ശേഷം വേണം പൈലിംഗ് നടത്താൻ. എന്നാൽ KMRL ഈ നിർദ്ദേശം പാലിക്കുന്നില്ല. അശ്രദ്ധമായി നിർമ്മാണം നടത്തുന്നതിലൂടെ വലയുന്നത് ജനങ്ങളാണ്. ഇതിപ്പോ നിരന്തരമായിട്ട് ഇതുപോലെ വെള്ളം കുടിവെള്ളമില്ല. ഇവിടെ ഈ പ്രദേശത്തൊന്നും കുടിവെള്ളമില്ല. എല്ലാ ദിവസവും ഇതുപോലെ പണി ചെയ്ത് പൈപ്പ് പൊട്ടിച്ച് പോവുകയാണ്. എന്നാൽ അത് തിരിച്ച് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി വാട്ടർ അതോറിറ്റി വിളിക്കുമ്പോൾ അവിടെ ആരുമില്ല. അവർ ചെയ്യാമെന്ന് പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് AE വിളിച്ചു പറയുന്നു, AHC വിളിച്ചു പറയുന്നു. ഇവിടെ പരിഹാരം കാണുന്നില്ല. നാട്ടുകാർക്ക് കുടിവെള്ളം വേണ്ട. ഒരു തുള്ളി വെള്ളം ഒരു വീട്ടിലും വരുന്നില്ല. ഇന്ന് എല്ലാ വീടുകളിലും 3, 4, 5 ടാങ്കർ ലോറിയിലാണ് കൊണ്ട് വെള്ളം അടിച്ചത്. ഇത് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഇത് നടക്കുന്നത്. നഗരത്തിലെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നതോടെ വാട്ടർ അതോറിറ്റി പമ്പിംഗ് നിർത്തിവെക്കും. ഇതോടെ നഗരത്തിലും പരിസര പ്രദേശത്തും വെള്ളം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകുന്നു. MLA അടക്കം പ്രതിഷേധവുമായി എത്തിയതോടെ ഇന്ന് കളക്ടറുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് മുൻകരുതലുകൾ സ്വീകരിക്കാൻ KMRL നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഒരു 6 ഡിവിഷനും പിന്നെ ചേരനൂർ പഞ്ചായത്തിന് വെള്ള ടാങ്കറുകളിൽ വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ KWA പിന്നെ മെട്രോ ചെയ്യുന്നുണ്ട്. അതേമാതിരി പൊട്ടി ഒരു ലീക്ക് ഉണ്ടല്ലോ, അത് ഒരു വൈകുന്നേരത്തേക്ക് റിപ്പയർ ആക്കാനുള്ള എല്ലാ ശ്രമവും എടുക്കുന്നുണ്ട്. വേണ്ടത്ര മുൻകരുതലുകളില്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനം ചെറുതല്ലാത്ത പ്രതിസന്ധിയാണ് ജനങ്ങൾക്കുണ്ടാക്കുന്നത്. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തത് ആ പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. ക്യാമറ പേഴ്സൺ സജിലിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഷജീർ പറയുന്നു പൊതുജനം കഴുതയാണ് സാർ എന്ന കാര്യം. എബ്രഹാം തോമസ് പറയുന്നു കുടിവെള്ളത്തിനായി പ്രതിഷേധിക്കേണ്ട കൊച്ചിക്കാരുടെ അവസ്ഥ വല്ലാത്ത കഷ്ടം തന്നെയെന്ന കാര്യം. സീന മുഹമ്മദ് പറയുന്നു ഉള്ളിത്തൊലിയെ തോൽപ്പിക്കുന്ന കനത്തിലുള്ള പൈപ്പാണ് അത്, പിന്നെ എങ്ങനെ പൊട്ടാതെയിരിക്കും എന്ന ചോദ്യമാണ്. ഏതായാലും ഒരു കാര്യം പറയാം, ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടാകരുത് ഒരു വികസനവും നടപ്പാക്കുക എന്നത്. ഇതിൽ ഏറ്റവും പ്രകടമായി കാണുന്ന കാര്യം വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയുണ്ട്. അതിനേക്കാൾ ഉപരി ഈ പൈപ്പുകൾ എന്നത് തിരിച്ചറിയാതെ തന്നെ പെട്ടെന്ന് അവിടെയെല്ലാം പൈലിംഗ് നടത്തുന്ന ഈ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ അധികൃതരുടെയും അതിൻ്റെ കരാറെടുത്തിട്ടുള്ള ആൾക്കാരുടെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അടിയന്തര പരിഹാരമാണ് ഇക്കാര്യത്തിൽ കൊച്ചി നിവാസികൾക്ക്
ആവശ്യമായിട്ടുള്ളത്. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. അത് തിരുവനന്തപുരത്ത് നിന്നാണ്. പഞ്ചായത്തിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അവിടുത്തെ ഒരു സ്ഥലത്തുള്ള നാട്ടുകാർ. പഞ്ചായത്തിലേക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ ബില്ലിൽ പലഹാരങ്ങൾക്ക് പകരം വിവിധ കമ്മിറ്റികളുടെ പേരുകളാണ് ചേർത്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് ഈ കൗതുകമുള്ളത്. ഭരണസമിതി അറിയാതെ നിരവധി യോഗങ്ങളുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് കഴിഞ്ഞ ഭരണസമിതിക്കാർ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ നാട്ടിൽ സംഭവിക്കുന്നത് എന്നത് നോക്കാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ കമ്മിറ്റികൾ, യോഗങ്ങൾ, ഗ്രാമസഭകൾ എന്നിവയ്ക്കുള്ള ഭക്ഷണ ചെലവുകളുടെ മറവിലാണ് ഈ കള്ളക്കളി. ചായക്കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നും ബ്ലാങ്ക് ബില്ലുകൾ വാങ്ങിയ ശേഷം ജീവനക്കാർ കഴിച്ച ഭക്ഷണ വിവരങ്ങൾ എഴുതാതെ കമ്മിറ്റി വിവരങ്ങൾ എഴുതിയാണ് ബിൽ പാസ്സാക്കുന്നത്. വാങ്ങിയ സാധനം എന്താണെന്നോ എത്ര എണ്ണമെന്നോ കണക്കില്ല. സാധനങ്ങളുടെ വിവരവും വാങ്ങിയ എണ്ണവും വിലയും രേഖപ്പെടുത്താത്ത ബില്ലുകളോ വൗച്ചറുകളോ പാസാക്കി തുക അനുവദിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് ഈ വെട്ടിപ്പ് നടക്കുന്നത്. ആഭ്യന്തര വിജിലൻസ് വിവിധ തരം ഓഡിറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ടെങ്കിലും വെട്ടിപ്പ് നിർബാധം തുടരുകയാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഇങ്ങനെ വെട്ടിക്കുന്ന തുകയുടെ എത്രയോ ഇരട്ടിയാണ് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും. ബില്ലിലെ തുക ചെറുതാണെങ്കിലും ഒരു ഭരണസമിതി കാലാവധി പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ ആ തുക ലക്ഷങ്ങളായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇനി കൊല്ലത്തേക്കൊന്ന് പോയി വരാം. കൊല്ലം തീരദേശം മാലിന്യക്കൂനകളാൽ നിറയുകയാണ്. പോർട്ട് മുതൽ മൂതാക്കര, വാടി, ഹാർബർ പരിസരം വരെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി ചണ്ടി ഡിപ്പോയ്ക്ക് സമാനമായ രീതിയിലായി. കൊതുക് പെരുകി ഡെങ്കിപ്പനി ഉൾപ്പെടെ പടർന്നു പിടിച്ചിട്ടും അധികൃതർ കണ്ടമട്ട് കാണിക്കുന്നില്ല. പുതിയ നഗരഭരണ നേതൃത്വത്തിന് മുന്നിലേക്ക് ഈ വാർത്ത ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പുതിയ ഭരണസമിതി കൊല്ലം കോർപ്പറേഷനിൽ അധികാരമേൽക്കുമ്പോൾ തീരദേശവാസികളുടെ ഈ ദുരിതത്തിന് പ്രഥമ പരിഗണന അത് പരിഹരിക്കുന്നതിന് നൽകും എന്ന് നമുക്കെല്ലാം പ്രതീക്ഷിക്കാം. AK ഹഫീസ്, പുതിയ കൊല്ലം മേയർ, ആ കാര്യത്തിൽ നടപടിയെടുക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമുയർത്തിയ ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്നായിരുന്നു തീരദേശത്തെ മാലിന്യ പ്രശ്നം. തീരദേശം മാലിന്യമലയാന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതിയ ഭരണസമിതിക്ക് മുമ്പിലേക്ക് ഈ വാർത്ത ഞങ്ങൾ വെക്കുകയാണ്. തീരദേശത്തെ മാലിന്യ പ്രശ്നത്തിന്റെ യഥാർത്ഥ കണക്കുകൾ, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. കൊല്ലം പോർട്ട് മുതൽ തങ്കശ്ശേരി വരെ കിടക്കുന്ന പ്രദേശം ഇന്ന് മാലിന്യ കൂമ്പാരമാണ്. മൂക്ക് പൊത്താതെ ഇവിടം കടന്നുപോകാൻ സാധിക്കില്ല. കൊല്ലം പോർട്ട് കഴിഞ്ഞാൽ കടപ്പുറത്തോട് ചേർന്ന മാലിന്യം അനുദിനം കുന്നുകൂടുന്നു. മാലിന്യം കുമിഞ്ഞുകൂടുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. മാലിന്യങ്ങളിൽ ഈച്ചയും കൊതുകുകളും പെരുകുകയാണ്. ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും വലുതാണ്. മാലിന്യമല ഉയർന്നതോടെ പോർട്ട് മുതൽ വാടി വരെയുള്ള സ്ഥലം തെരുവുനായ്ക്കളുടെ താവളമായി. ഇവിടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചവറ് വാടിയും തങ്കശ്ശേരിയിൽ നിന്ന് കൊണ്ട് ഇവിടെ കൊണ്ടായിടുന്നത്. നമ്മൾ കോർപ്പറേഷനിൽ മുനിസിപ്പാലിറ്റിയെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഇങ്ങനെ പല പ്രാവശ്യം ക്ലീൻ ആക്കിയിട്ടാൽ അവരിപ്പം കൊണ്ടിടുന്നതെല്ലാം ഈ ഭാഗത്താണ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഭയങ്കര സ്മെല്ലും, ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല. മഴ വന്നാൽ പിന്നെ പറയണ്ട. മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപം വരെ മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നു. ഇതിൽ ചവിട്ടിപ്പോകേണ്ട അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ പ്രഹസനമെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കൗൺസിലർമാർ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മാറ്റം വരുത്താൻ ചാൻസ് കൂടുതലാണ്. അത്രയേ ഉള്ളൂ. രാഷ്ട്രീയം മാറണം, മാറിയാലേ പറ്റൂ. ഇപ്പോൾ പുതിയ ഭരണം ഇപ്പോൾ കോർപ്പറേഷൻ നമുക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ കോർപ്പറേഷൻ ഭരണം ഇനിയിപ്പോൾ അവരെ രീതി എന്താണെന്ന് നമ്മൾ നോക്കണം. അവർ ചെയ്തേ പറ്റൂ. കാരണം വെച്ചാൽ 10-25 കൊല്ലം കൊണ്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷനാണ് ഇപ്പം UDF ഭരിച്ചിരിക്കുന്നത്.
അപ്പോൾ UDF ഇത് ചെയ്തേ പറ്റൂ. വികസനം കാണിച്ചു കൊടുത്താലല്ലേ നാളെ ഈ ജനങ്ങൾ ചെയ്യത്തുള്ളൂ വോട്ട്. മാലിന്യം പലയിടങ്ങളിൽ കടലോര മേഖലകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഏറ്റവും ഒരു വൃത്തിയാക്കാത്തോണ്ട് കിടക്കുന്നു. ഇതെന്തോ കണ്ടമാനം കിടക്കുന്നു, ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നില്ല. ഇത് കോർപ്പറേഷൻ പറയുന്നതെല്ലാം ക്ലീൻ ചെയ്യുന്നു പിടിക്കുന്നു എന്നൊക്കെ അല്ലേ പറഞ്ഞു. എന്തോ ഒന്നും അറിയാൻ വയ്യ, നമുക്കറിയാൻ വയ്യ, വന്നതിന് ശേഷം എല്ലാം പറയാക്കൂ. ടൺ കണക്കിന് മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നിട്ടും ആരോഗ്യ വിഭാഗം അധികൃതർ പോലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പഴയ ഭരണ നേതൃത്വം എന്ത് ചെയ്തു എന്നതിനെ കണക്കെടുക്കുന്നില്ല. ഇനി ഈ വാർത്ത പുതിയ ഭരണ നേതൃത്വത്തിന് മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ആവർത്തിച്ച് ചോദിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും മനുഷ്യരാണ്. നമ്മുടെ തീരദേശം മാലിന്യമുക്തമാവുകയും വേണം. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്ത സംസ്ഥാന ശുചിത്വ മിഷന്റെയും അതോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷൻ ഭരണസമിതിയുടെയും ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി പെടുത്തുകയാണ്. AK ഹഫീസ് കൊല്ലത്തിൻ്റെ തീരമേഖലകളുടെ സ്പന്ദനമറിയാവുന്ന നേതാവാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കും ചുമതലയേറ്റാൽ ഉടൻ എന്ന് കരുതാം. പക്ഷേ ആ പുതിയ കമ്മിറ്റി ചുമതലയേൽക്കുന്നത് വരെ ആ ദുരിതം തീരദേശത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടതില്ല. ആ കാര്യത്തിൽ സംസ്ഥാന ശുചിത്വ മിഷനും കൊല്ലം കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾക്കുമൊക്കെ ആ കാര്യത്തിൽ ഒരു മുഖ്യ പങ്കുണ്ട് എന്നുകൂടി ഓർത്തിരിക്കുക. നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. അതിൽ മിനി ബാബു പറയുന്നു, മാലിന്യം കൂടുന്നതിനനുസരിച്ച് തെരുവുനായ ശല്യം കൂടും, എല്ലാം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾ മാത്രമെന്ന്. മാത്യു പറയുന്നു, ഈ മാലിന്യ കൂമ്പാരമാണ് ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കാൻ കാരണമെന്ന്. രവികുമാർ പറയുന്നു, മാലിന്യമുക്ത കേരളം എന്ന വാക്ക് പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നു, പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന്. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 24-ൻ്റെ സോഷ്യൽ മീഡിയ പേജുകളുടെയും യൂട്യൂബിൻ്റെയും ഒക്കെ കമൻറ്റ് ബോക്സുകളിൽ വരുന്നുണ്ട്. മറ്റൊരു വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. അത് കോട്ടയത്തേക്കാണ്. കോട്ടയം മണിമലയ്ക്ക് സമീപം അടാമറ്റത്ത് പ്രവർത്തിക്കുന്ന പാറമടയിലേക്ക് ഭാരവാഹനങ്ങൾ എത്തുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. ഭാരവാഹനങ്ങൾ നിരന്തരം വന്നുപോകുന്ന ഈ വഴി യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. നമുക്ക് ആ വിശേഷം കാണാം. മണിമലയ്ക്ക് സമീപം അടാമറ്റം കുളത്തിങ്കൽ 8-ാം മൈൽ റോഡിലാണ് പാറമട പ്രവർത്തിക്കുന്നത്. നിരന്തരമായി ടോറസ് പോലെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ നാട്ടുകാർക്ക് ഈ വഴി യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമായതിനാൽ കുട്ടികളും മുതിർന്നവരും നിരന്തരം സഞ്ചരിക്കുന്ന വഴി കൂടിയാണിത്. റോഡിന് വീതി കുറവായതിനാൽ അത്യാവശ്യത്തിന് പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല നടന്നു. പ്രായമായ അമ്മമാർ ഇതുവരെ നടന്നു പോകുന്നുണ്ട് താഴോട്ട് ബസ് കയറാനായിട്ട്. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. കാരണം ഇതൊന്നും ഈ 21 വണ്ടി എന്നല്ല 8 മണിക്കകം പോയത്. ഇതിനകത്തൂടെ 21 വണ്ടി. ഒരു ബൈക്കിന് പോലും കടന്നു പോകാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഒരു ടോറസ് ഇവിടെ കയറി കഴിഞ്ഞാൽ നിൽക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ കേസ് അവരോട് പറഞ്ഞു ഒടുക്കി പോകാമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ ചേട്ടാ ഒരു ആശ്രയ കേസാണ്, നിങ്ങൾ എന്തെങ്കിലും ശകലം നേടുന്ന പൊക്കോളാന്ന് പറഞ്ഞു. ഒന്ന് നടക്കാനേ പറ്റത്തില്ല. വണ്ടി കൊണ്ട് ടോറസ് പോയി കഴിയുമ്പോൾ ഞാൻ ഈയിടെ പണിയും കഴിഞ്ഞ് വന്നപ്പം മഴയായിരുന്നു. അന്നേരം കുറെ ചുടിയും ഒരു വണ്ടി വന്ന് ഞാൻ ആ ഷാജിയുടെ വീടിന്റെ അവിടെ കയറി. അവിടെ പിന്നെ അടുത്ത ഇങ്ങനെ വന്നോണ്ടിരിക്കും. 3-4 വണ്ടി വന്ന് പോയി കഴിഞ്ഞാണ് ഞാൻ കയറി വന്നത്. ഭാരവാഹനങ്ങൾ സ്ഥിരമായി പോകുന്നത് റോഡ് തകരാനും കാരണമായിട്ടുണ്ട്. 3 മീറ്റർ വീതി മാത്രമാണ് ഈ പഞ്ചായത്ത് റോഡിനുള്ളത്. മണിമല കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനും ഈ റോഡരികിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇവ പൊട്ടുന്നതും പതിവാണ്. യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ പഞ്ചായത്തിലും നാട്ടുകാർ അപേക്ഷകൾ നൽകിയതാണ്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കാനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ടിപ്പർ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പെരുമ്പെട്ടി സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. തെക്കുമല വിൻറോക്ക് ക്രഷർ യൂണിറ്റിലാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ കുര്യൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ?
ദിലീപ് കുമാർ, വളരെ ദാരുണമായിട്ടുള്ള ഒരു അപകട വാർത്തയാണ് പത്തനംതിട്ട വടശ്ശേരിക്കര തെക്കുമലയിൽ നിന്ന് പുറത്തു വരുന്നത്. വിൻഡ്രോ ക്രഷർ യൂണിറ്റ് ടിപ്പർ ലോറി പിന്നിലേക്ക് എടുക്കുന്നതിനിടെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഈ അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ 32 വയസ്സുള്ള പെരുമ്പിട്ടി സ്വദേശി ശ്രീജിത്ത് മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മലയാലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി മറ്റ് മേൽ നടപടികൾ സ്വീകരിക്കുകയാണ്. വൈകുന്നേരം 4:30 ഈ അപകടം, ദാരുണമായിട്ടുള്ള ഈ അപകടം ഉണ്ടായത്. ലോറി മറിഞ്ഞ ഉടൻ തന്നെ ശ്രീജിത്തിന് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ലോറിയുടെ ക്യാബിനിൽ ശ്രീജിത്ത് കുടുങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സും മറ്റുള്ള ആളുകളും ഒക്കെ സ്ഥലത്തെത്തിയാണ് ശ്രീജിത്തിനെ ലോറിയിൽ നിന്ന് പുറത്തെടുത്തത്. വൈകിട്ട് 4:30 ദാരുണമായിട്ടുള്ള ഈ അപകടം സംഭവിച്ചത്. ദിലീപ്. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ടിപ്പർ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ. പൊതുജനം കഴുതയല്ല സാറിൽ മറ്റു വാർത്തകളിലേക്ക്, മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോവുകയാണ്. കണ്ണൂർ ഇരിട്ടിയിൽ റോഡരികിലെ ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു. പായം ടൗണിൽ ഹെൽത്ത് സെന്ററിന് മുന്നിലുള്ള ട്രാൻസ്ഫോമറാണ് ഭീഷണിയാകുന്നത്. അപകടക്കെണി ഒരുക്കുന്ന ട്രാൻസ്ഫോമർ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. ഇരിട്ടി പായം ടൗണിലുള്ള ഹെൽത്ത് സെന്ററിന്റെ തൊട്ടുമുന്നിലുള്ള ട്രാൻസ്ഫോമറാണ് റോഡിനോട് ചേർന്നുള്ളത്. ട്രാൻസ്ഫോമർ ഇരുമ്പ് ഗേറ്റ് കൊണ്ട് സുരക്ഷിതമാക്കിയിട്ടില്ല. ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഏത് ചെറിയ കുട്ടികൾക്കും കയ്യെത്തിപ്പിടിക്കാം. പായം ഗവൺമെന്റ് UP സ്കൂളിലേക്ക് കുട്ടികൾ ഉൾപ്പെടെ ഇതുവഴിയാണ് പോകാറുള്ളത്. രാത്രിയിൽ റോഡരികിലൂടെ നടന്നു പോകുന്നവർക്കും ട്രാൻസ്ഫോമർ ഭീഷണിയാണ്. പ്രദേശത്ത് വെളിച്ചമില്ലാത്തതിനാൽ വാഹനം വരുമ്പോൾ ഒന്നരികിലേക്ക് മാറിയാൽ അപകടമുണ്ടാകും. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ട്രാൻസ്ഫോമർ ഒന്നുകിൽ മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ സംരക്ഷണ വേലി കെട്ടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് ശ്രദ്ധിച്ച് ഈ ട്രാൻസ്ഫോമർ ഇവിടെ നിന്ന് ഒന്നിക്കൽ മാറ്റുക, അല്ലെങ്കിൽ ഇതിനൊരു സംരക്ഷണ കവചം തീർക്കണമെന്ന് ആണ് നാട്ടുകാരുടെ ആവശ്യം. വിഷയത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം. അപകടം വരും മുൻപ് അത് തടയാൻ KSEB ഇടപെടേണ്ടതുണ്ട്. 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ഈ പായം ടൗണിലെ അപകടാവസ്ഥ അത് ഒഴിവാക്കുന്നതിന് സംസ്ഥാന വൈദ്യുതി മന്ത്രിയും KSEBയും ഒക്കെ വേണ്ട നടപടി ഉടൻ സ്വീകരിക്കും എന്ന് നമുക്ക് കരുതാം. അത് അവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. വലിയ അപകട ഭീഷണിയാണ് അവിടെ ഈ ട്രാൻസ്ഫോമർ ഉയർത്തുന്നത്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. കോഴിക്കോട് ഊട്ടി ഹ്രസ്വദൂരപാതയിൽ തെങ്ങിലക്കടവ് മുതൽ മാവൂർ വരെയുള്ള യാത്ര അതിസാഹസമാണ്. റോഡിന് വീതിയില്ലാത്തതും റോഡിന് ഇരുവശവും വെള്ളക്കെട്ട് ആയതിനാലുമാണ് ഈ മേഖല സ്ഥിരം അപകട ഭീഷണിയിലായിരിക്കുന്നത്. 3.5 കിലോമീറ്റർ മാത്രമാണ് റോഡിന്റെ ദൂരം. പക്ഷേ ഇത് താണ്ടണമെങ്കിൽ അല്പം കഷ്ടപ്പെടണം. മാത്രമല്ല ഇത്തിരി ധൈര്യവും കൂടി വേണം. തെങ്ങിലക്കടവ് മുതൽ മാവൂർ വരെയുള്ള 3.5 കിലോമീറ്റർ റോഡിന്റെ അവസ്ഥയാണിത്. റോഡിന് വീതി കുറവ്, റോഡിനിരുവശവും താഴ്ചയിൽ വെള്ളക്കെട്ട്. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വാഹനങ്ങൾ ഈ വെള്ളക്കെട്ടിൽ വീഴും. 2 മഴ അടുപ്പിച്ച് പെയ്താൽ വെള്ളം ഇവിടെ കയറാം, റോഡിൽ കയറാം. വാഹനങ്ങൾ അമിത വേഗത്തിൽ പോണ സമയത്ത് ഒന്ന് സൈഡിൽ നിന്ന് കൊടുക്കാൻ ഉള്ള സ്ഥലം ഇവിടെ അല്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ യാതൊരുവിധ സൗകര്യമില്ല. ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കാൻ, അഥവാ മാറി നിന്നാൽ തന്നെ വെള്ളക്കെട്ടിലേക്ക് വീഴുന്ന അവസ്ഥയാണ്. കോഴിക്കോട് നിന്ന് ഊട്ടിയിലേക്ക് എത്തിപ്പെടാൻ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പാതയാണ്. പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണിത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുന്ന രോഗികളും ആശ്രയിക്കുന്നത് ഈ റോഡ് തന്നെ. ഫുള്ള് കുഴിയായി കിടക്കുക, എന്നിട്ട് പാച്ച് വർക്ക് ചെയ്യുക, എന്നിട്ട് ഒരു സ്റ്റെപ്പ്, എന്നിട്ട് അതിന്ന് ബൈക്കുകൾ തെന്നി വീഴുന്ന ഒരു അവസ്ഥയാണ്. മാവൂരിലെ ഗ്രാസിം ഫാക്ടറിയുടെ ആദ്യഘട്ടത്തിലാണ് തെങ്ങിലക്കടവിൽ ചെറുപുഴയ്ക്ക് കുറുകെ പാലം പൂർത്തീകരിച്ച് മാവൂരിലേക്ക് റോഡ് നിർമ്മിച്ചത്. അതിനുശേഷം സമീപത്തെ റോഡുകളെല്ലാം വീതി കൂട്ടുകയോ നവീകരിക്കുകയോ ചെയ്തു. എന്നാൽ ഈ റോഡിനെ അവഗണിച്ചു. വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത്. ഈ മാവൂര് മുതൽ തെങ്ങിലക്കടവ് പാലം കടക്കുന്നത് വരെ വലിയ ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾക്ക് പോകാൻ. ഞാനൊക്കെ വലിയ വാഹനത്തിൽ നിന്ന് ഇപ്പം ചെറിയ വാഹനത്തിലേക്ക് ആയതാണ്. കാരണം വെച്ചാൽ ഒന്നാമത് ഇപ്പം വാഹനം ഒക്കെ പെരുകി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വാഹനം കുറവായിരുന്നു. ഇത് ഗോളിയോറൻസ് വന്ന സമയത്തുള്ള റോഡാണ്. അതിനുശേഷം
ഇവിടെ റോഡ് മര്യാദയ്ക്കൊന്നും പണി നടത്തിയിട്ടില്ല. പാച്ച് വർക്ക് ചെയ്ത് പോവാന്നല്ലാതെയും കണ്ട് വേറൊരു പണികൾ നടക്കുന്നില്ല. 2 വാഹനങ്ങൾ കടന്നുപോയാൽ പിന്നെ കാൽനട യാത്രക്കാർക്ക് ഇതുവഴി നടക്കാൻ സ്ഥലമില്ല. വർഷങ്ങളായി യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. വീതി കൂട്ടി നവീകരിച്ച് വലിയൊരു പ്രോജക്റ്റായിട്ട് തന്നെ ഈ റോഡ് നടപ്പാക്കണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. റോഡിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ റോഡ് പഴയ അവസ്ഥയിൽ തന്നെയാണ്. ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് യാത്രക്കാരും പ്രദേശവാസികളും നൽകുന്നത്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. രവികുമാർ PB ചോദിക്കുന്നു, ആ റോഡിന്റെ വീതി കൂട്ടാൻ സാധിക്കില്ലേ, എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന്. ആ ചോദ്യം തന്നെയാണ് അവിടെയുള്ള നാട്ടുകാരും വാഹന ഉടമകളുമൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി വയനാട്ടിലേക്കാണ്. വയനാട്ടിലേക്കുള്ള ആദ്യകാല കുടിയേറ്റത്തിൻ്റെ ചരിത്രമുള്ള മേഖലയാണ് മുള്ളൻകൊല്ലി. ഇവിടെ നിന്ന് തെക്കൻ ജില്ലകളിലേക്ക് KSRTCയുടെ ദീർഘദൂര സർവീസുകളുണ്ട്. മുള്ളൻകൊല്ലി പെരിക്കല്ലൂരിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടും KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിക്കാൻ നടപടിയായില്ലെന്ന പരാതിയുണ്ട് അവിടെയുള്ള നാട്ടുകാർക്ക്. മുള്ളൻകൊല്ലി കോട്ടയത്ത് നിന്നും എറണാകുളത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നുമെല്ലാം കുടിയേറിപ്പാർത്ത മനുഷ്യർ നിർമ്മിച്ചെടുത്ത ഭൂപ്രദേശം. എങ്ങനെയാണോ പുൽപ്പള്ളിയും അതുപോലെ നടവയലും രൂപപ്പെട്ടത്, അതേ ചരിത്രം തന്നെയാണ് മുള്ളൻകൊല്ലിക്കുമുള്ളത്. ഇവിടെ നിന്ന് തെക്കോട്ടുള്ള യാത്രകളിൽ പ്രധാനമാണ് KSRTC. കാര്യങ്ങൾ ഈ വിധമെങ്കിലും ഇവിടെ ഒരു KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി 1 ഏക്കർ സ്ഥലം പഞ്ചായത്ത് വില കൊടുത്തു വാങ്ങി. 1 ഏക്കർ സ്ഥലം സെന്റ് തോമസ് ഫൊറോന ദേവാലയം സൗജന്യമായി കൈമാറി. ഇവിടെ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിക്കാനായിരുന്നു തീരുമാനം. 50 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ച് യാർഡ് നിർമ്മാണം പൂർത്തിയാക്കി. KSRTC ജീവനക്കാർക്ക് താമസിക്കാനായി 2 കെട്ടിടങ്ങൾ നിർമ്മിച്ചു. നിയമസഭയിൽ IC ബാലകൃഷ്ണൻ MLA ഓപ്പറേറ്റിംഗ് സെന്ററിനായി ഇടപെടൽ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴും ഇത് യാഥാർത്ഥ്യമാകാതെ തുടരുകയാണ്. പുൽപ്പള്ളി മേഖലയിൽ KSRTC ആരംഭിക്കാമെന്ന് പറഞ്ഞ ഡിപ്പോ ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയും അവരുടെ യാത്രാ സൗകര്യങ്ങൾ വിലക്കുന്നതിനും തുല്യമാണ്. പ്രതികാര നടപടി എന്ന പോലെയാണ് ഗവൺമെന്റ് ഈ പെരിക്കല്ലൂർ ഡിപ്പോയെ കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ ഒരു ഇടപെടലുണ്ടായി അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. 2016 ഈ സ്ഥലം ഓപ്പറേറ്റിംഗ് സെന്റർ തുടങ്ങാമെന്നുള്ള വ്യവസ്ഥ പ്രകാരമാണ് പള്ളി 2 ഏക്കർ സ്ഥലം വിട്ടുകൊടുക്കുകയും അങ്ങനെ ഈ ഹാർഡും റോഡും ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം ഇതുവരെ ഈ 2025 കഴിയാൻ പോയത്. അതിനുശേഷം ഇതുവരെ സർക്കാർ ഏറ്റെടുക്കുകയോ KSRTCക്ക് കൈമാറുകയോ ചെയ്തിട്ടില്ല. കോവിഡിന് മുമ്പ് 20ഓളം ദീർഘദൂര സർവീസുകൾ ഉണ്ടായിരുന്നു മുള്ളൻകൊല്ലിയിൽ നിന്ന്. ഇപ്പോൾ അത് നേർപകുതിയായി കുറഞ്ഞിട്ടുണ്ട്. ബൈരക്കുപ്പ പാലം യാഥാർത്ഥ്യമായാൽ ബാംഗ്ലൂരുവിലേക്കുള്ള എളുപ്പവഴിയായി ഈ മേഖല മാറും. ഇതൊക്കെ സാധ്യമാക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകണം. അതിനുള്ള ആദ്യ കടമ്പയാണ് KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്റർ എന്നാണ് നാട്ടുകാർ പറയുന്നത്. മുള്ളൻകൊല്ലിയുടെയും പുൽപ്പള്ളിയുടെയും എല്ലാം വേരുകൾ പടർന്നിരിക്കുന്നത് തെക്കൻ ജില്ലകളിലേക്കാണ്. ഇവിടെ നിന്നുള്ള യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ് പള്ളി തന്നെ 1 ഏക്കർ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയത്. KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്റർ എന്ന ഈ നാടിന്റെ ആവശ്യത്തിനു മുന്നിൽ സർക്കാർ കണ്ണു തുറന്നേ പറ്റൂ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെയുള്ള റോഡിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രേക്ഷകർ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മാൽക്കം ഗോമസ് പറയുന്നു, സർക്കാർ എന്തിനാണ് ഈ റോഡിന് വേണ്ടി പണം കൊടുക്കുന്നത്? റോഡ് വേണ്ടത് നമ്മൾക്കല്ലേ, സർക്കാരിനല്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ നഷ്ടം സഹിക്കണം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയാടാണോ കലി തീർക്കുന്നതെന്നാണ് മാൽക്കം ഗോമസിൻ്റെ ചോദ്യം. അതിന് ഷിബു കെ തോമസ് പറയുന്നുണ്ട്, 3 സെൻറ്റ് ഉള്ളവൻ എന്ത് ചെയ്യും? അതിലെ റോഡ് വരുമ്പോൾ പുള്ളി എവിടെ താമസിക്കും? അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, അല്ലാതെ ഒന്നും കൊടുക്കാതെ ഇറക്കി വിടരുത് എന്നാണ്. അതിൽ ഷിബു കെ തോമസ് പറഞ്ഞതിനോടാണ് പൂർണ്ണമായും യോജിക്കുന്നത്. കാരണം ഈ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം അത് സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് സർക്കാരിനോ ഭരണാധികാരികൾക്കോ മാറി നിൽക്കാൻ കഴിയുന്നതുമല്ല. ജനങ്ങൾക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം കൊടുക്കണം. അവർക്ക് എന്തിനാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് എന്നത് സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. അല്ലാതെ കയ്യേറി ആ വസ്തു പിടിച്ചെടുക്കുകയല്ല വേണ്ടത്. നേരത്തെ കേരളയിലുമായി ബന്ധപ്പെട്ടൊക്കെ ജനകീയ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഏതായാലും
പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ഐഡിയിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളും അറിയിക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.